വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ ഇവിടെ, അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട് നീ വരുന്നില്ലേ, നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവം പറയാം 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നില്ല. ഇതാണ് സ്ഥിതി അല്ലേ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോവില്ല. അത് മനസ്സിലായല്ലോ. പണ്ട് ഫയല് പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയല് ചുമന്നുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നത് പോലെ ദൈനംദിന ഭരണത്തിൽ ഒറ്റ കോൺഗ്രസ് മന്ത്രി, ഒരു ഘടകകക്ഷിയുള്ള മന്ത്രി അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഫയലുമായിട്ട് പോവില്ല. ബട്ട് വെൻ ഇറ്റ് പോളിസി കംസ്, I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാക്കും. ടാക്സ് നിശ്ചയിക്കുന്ന ഫയലും ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫയലുമായിട്ട് പാർട്ടി ഓഫീസിൽ പോകുന്ന പരിപാടി മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിൽ ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്.